നമസ്കാരം പ്രിയമുള്ളവരെ. അപ്പം JBI TV എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടേപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ചാനലിൽ. നമ്മുടെ കേരളത്തിൽ ഒരു വടക്കൻ മാഫിയ, അതായത് മലബാർ പ്രമാണിച്ച് ഒരു സൈബർ മാഫിയ ഉണ്ട് എന്നുള്ളതാണ്. ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ ജനകീയ പിന്തുണയാണ് വടക്കൻ ഇൻഫ്ലുവൻസർ മാഫിയ, നോർത്തേൺ ഇൻഫ്ലുവൻസർ മാഫിയ എന്ന ഒരു ഗ്യാങ് തങ്ങളുടെ ക്രിമിനൽ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ മൂലധനം. അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുന്നത് പോലെ വടക്കൻ ഇൻഫ്ലുവൻസർ മാഫിയ ഉണ്ട്. ഒരു കാലത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മനഃശാസ്ത്രം വളരെ ലളിതമാണ്. ആധുനിക മനുഷ്യരുടെ ശ്രദ്ധാകേന്ദ്രങ്ങൾ വളരെയധികം ചുരുങ്ങുകയാണ്. നീണ്ട നിയമ പോരാട്ടങ്ങൾ കാണാനുള്ള ക്ഷമ അവനില്ല. അവന് വേണ്ടത് പെട്ടെന്നുള്ള ആ ഒരു പ്രതികാരമാണ്. അതിനെ അവൻ നീതി എന്നൊക്കെ വിളിക്കും. ഇൻഫ്ലുവൻസർമാർ കൃത്യമായിട്ട് ഈ പറയുന്ന വിപണിയാണ് ലക്ഷ്യം വെക്കുന്നത്. ഈ വടക്കൻ ഇൻഫ്ലുവൻസർ മാഫിയ ഒരു പടി കൂടി കടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതിലെ വിവരങ്ങൾ ഇങ്ങനെ പരസ്പരം പങ്കുവെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുകയും അവസാനം ഇതൊക്കെ പരിഹരിച്ചെന്ന് ഇവർ തന്നെ നമ്മളോട് അറിയിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാഴ്ച. ഓക്കെ, പുള്ളി പറയുന്നത് നമുക്കറിയാമല്ലോ. വടക്കൻ ഏരിയയെ സംബന്ധിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ ടോപ്പ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെല്ലാവരും തന്നെ വടക്ക് മലബാർ മേഖല ചുറ്റിപ്പറ്റിയുള്ളവരാണ്. അപ്പോൾ അവർക്കെതിരെയാണ് ഇദ്ദേഹം ഒരു അലിഗേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. തുടർന്ന് ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു സിനിമാ കഥ പോലെ തോന്നും. നിങ്ങൾ അതൊന്ന് കേൾക്ക്. മേനു എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറുടെ ദുരൂഹ മരണം തൊട്ട് ഇന്ന് ഈ ആന്റണി വർഗീസിന്റെ ബ്ലാക്ക് മെയിലിംഗ് കേസ് വരെ എത്തി നിൽക്കുന്ന ആ ഒരു വലിയ സീരീസ് ഓഫ് പരിപാടികളുണ്ട്. ഏതായാലും ഈ പറയുന്ന സൈബർ കോടതികളുടെ ഈ വടക്കൻ ഇൻഫ്ലുവൻസർ മാഫിയയുടെ യഥാർത്ഥ ക്രിമിനൽ രീതി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് നടൻ ആന്റണി വർഗീസ് പെപ്പയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാട്ടാളൻ സിനിമാ സെറ്റിലെ വിവാദമാണ്. സോഷ്യൽ മീഡിയയിൽ എന്റെ കാസറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുൽ ഹക്കീം എന്ന ഇൻസ്റ്റഗ്രാമറാണ് ഈ കഥയിലെ പ്രധാന വില്ലൻ. ഒരു സ്ത്രീ പ്രമുഖ നടനായിട്ടുള്ള പെപ്പയ്ക്കെതിരെ ചില വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സാധാരണഗതിയിൽ ഒരു പീഡന ആരോപണമോ ലൈംഗിക അതിക്രമ ആരോപണമോ ഉണ്ടായാൽ ഒരു പൗരൻ ആദ്യം ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോവുകയോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയൊക്കെയാണ്. എന്നാൽ ഇവിടെ ഈ പറയുന്ന പെൺകുട്ടി സമീപിച്ചത് എന്റെ കാസറ്റ് ഹക്കീമിനെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു പോർഷനിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവര് ഈ പറയുന്ന പെപ്പയ്ക്കെതിരെ അലിഗേഷൻ കൊണ്ടുവന്ന ആ പെണ്ണ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, കേസ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്നുള്ളത്. ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? കോടതിയെ സമീപിക്കുക, അല്ലെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു സിനിമാ ചിത്രീകരണത്തിന് ഇടയിലാണ് ഇത് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ ഒരു സെറ്റിൽമെൻറ്റ് നടന്നത് എന്നുള്ളതിലേക്ക് ഈ പുള്ളി വരുന്നുണ്ട്. അപ്പോൾ ഇത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അദ്ദേഹം എന്തായാലും കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത് സത്യമാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. വടക്കൻ ഇൻഫ്ലുവൻസർ മാഫിയയിലെ പ്രധാനപ്പെട്ട ജഡ്ജിയും വക്കീലും ഒക്കെ ആയിട്ടുള്ള ഹക്കീം ഉടനെ തന്നെ സ്വന്തം നിലയിൽ ഒരു കംപ്ലൈന്റ് ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് പെൺകുട്ടിയെ കൊണ്ട് DGPക്ക് മെയിൽ അയപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ പറയുന്ന ഇമെയിൽ അയച്ചത് നീതിക്ക് വേണ്ടി ആയിരുന്നില്ല, അതൊരു ബ്ലാക്ക് മെയിലിംഗ് ടൂൾ ആയിരുന്നു. ആ പരാതിയുടെ സ്ക്രീൻഷോട്ടുകൾ ഹക്കീം തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പബ്ലിഷ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയാവുന്നു. ഒരു സിനിമയുടെ റിലീസിനെയും OTT ബിസിനസിനെയും ഒരു നടന്റെ കരിയറിനെ ബാധിക്കുന്ന തരത്തിൽ ഈ ആരോപണം മാറുമ്പോൾ പ്രൊഡ്യൂസർ ഷെരീഫും പെപ്പയുടെ മാനേജറും ഭയപ്പെടുന്നു. കോടികൾ മുടക്കിയ ഒരു സിനിമ തകരാതിരിക്കാൻ അവർ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നു. ഇവിടെയാണ് ഇടനിലക്കാരനായിട്ട് അല്ലെങ്കിൽ വടക്കൻ മാഫിയ ഭാഷയിൽ ഒരു ഉപകാരം ചെയ്യാനായിട്ട് വടക്കൻ ജനപ്രിയ നായകൻ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഹനാൻ ഷാ കടന്നു വരുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ, ഈ എന്റെ കാസറ്റ് എന്ന് പറയുന്ന വ്യക്തി ലഹരിക്കെതിരായിട്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിനും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തുകയും, എന്നാൽ അദ്ദേഹം അത് ഉപയോഗിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ക്രിമിനൽ മൈൻഡുള്ള വ്യക്തിയിലേക്കാണ് ഈ പെൺകുട്ടി ആദ്യം ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഒരു പരാതി തയ്യാറാക്കുകയും അത് ഡ്രാഫ്റ്റായിട്ട് പിന്നെ അയക്കാൻ പറയുകയും ചെയ്തു. അതിനുശേഷം എന്തെടുത്തു? അദ്ദേഹം തന്നെ ആ പരാതി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടു. ഇദ്ദേഹം പറയുന്നത് അത് ഒരു വിലപേശലിന് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മെയിലിൻ്റെ ഫസ്റ്റ് ഘട്ടമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം അദ്ദേഹം ഒരുക്കിയത് എന്നാണ്. സംഭവം അങ്ങനെ ഒരു കേസ് ഇട്ട് അപ്പോൾ സ്റ്റോറി ആയിട്ടൊക്കെ ഇടുമ്പം സ്വാഭാവികമായിട്ടും സംഭവം സത്യമാണ്. അതിനകത്ത് ഒരു ഇങ്ങനെയുള്ളൊരു അലിഗേഷൻ നടനെതിരെ വരുമ്പം അങ്ങനെ ഒരു പടം ഇറങ്ങാൻ നിൽക്കുന്നു. പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിർമ്മാതാക്കളും ഈ നടനും ഉൾപ്പെടെ ഉള്ളവരെല്ലാം അങ്ങനെ ചെയ്താലും ഇല്ലേലും ഒന്ന് പാനിക്കാവും. കാര്യം അദ്ദേഹത്തിൻ്റെ കോടികൾ മുടക്കിയ ആ ഒരു സിനിമയ്ക്ക് എന്തെടുക്കും, നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. അത് ഭയന്നുകൊണ്ട് അവരെന്തായാലും അതിനെതിരെ അല്ലെങ്കിൽ അവരെ സമീപിക്കും. എന്താണ് ഇഷ്യൂ എന്നുള്ളത്. നടന്ന സംഭവമാണെങ്കിൽ അത് ഒത്തീർപ്പാക്കാനും, അതല്ല നടക്കാത്ത സംഭവമാണെങ്കിൽ എന്തെടുക്കും, അത് കേസുമായിട്ട് പോകാൻ വേണ്ടിയും അവർ ഇറങ്ങിത്തിരിക്കും. പക്ഷേ എനിക്ക് അറിയാൻ വയ്യാത്തൊരു കേസ് കേട്ട്, ഓക്കെ, ഇവർ കള്ളക്കേസാണ് ഇത് തയ്യാറാക്കിയതെന്ന് അവർ പറയുന്നു. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന നടൻ ആന്റണി പെപ്പയും ഈ സിനിമാക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന ഹനാൻ ഷായും ഒക്കെ എന്തുകൊണ്ട് അതിനെതിരെ കേസ് കൊടുത്തില്ല?
ഇത് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തില്ല, ഇത് തെറ്റാണ്, എനിക്കെതിരെ ആരോപണമാണ് എന്നുള്ളത് വെച്ചുകൊണ്ട് ഒരു കേസ് കൊടുത്തതായിട്ട് എനിക്കറിവില്ല, അല്ലെ നമുക്കറിവില്ല. അങ്ങനെയൊന്നും സോഷ്യൽ മീഡിയയിലോ ഞാൻ നോക്കിയപ്പോൾ കണ്ടതുമില്ല കൊടുത്തതായിട്ട്. ഇവർക്കെതിരെ ഒരു അലിഗേഷൻ വന്നപ്പോൾ അത് തെറ്റാണെങ്കിൽ അവർ ഒരു കേസ് കൊടുക്കുകയോ ഒരു പ്രതികരണം പുറത്തു വിടുകയോ ഒക്കെ ചെയ്യണമായിരുന്നു. അപ്പോൾ അനാൻഷ ഒരു വീഡിയോ ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നു, അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇനി തുടർന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അവരെ ട്രാപ്പിലാക്കിയതും പിന്നെ എങ്ങനെയാണ് അവരെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെടുത്തതും ഈ അനാൻഷയുടെ റോൾ എന്തായിരുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ ഈ പുള്ളി ആണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ വേറൊരു കാര്യം, ഇതൊക്കെ കേൾക്കുമ്പോൾ ഇദ്ദേഹം കുറച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് ഇദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത്. നിങ്ങൾ എന്തായാലും കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. 5 ലക്ഷം രൂപയിൽ തുടങ്ങിയ നെഗോസിയേഷൻ ഒടുവിൽ അവസാനിച്ചത് 25 ലക്ഷം രൂപയിലാണ്. ഈ തുക മുഴുവൻ ഒരു പെൺകുട്ടിയുടെ അന്തസ്സിന് വിലയിട്ടതായിരുന്നു എന്നത് നമ്മുടെ പൊതുസമൂഹത്തിന് ലജ്ജാകരമാണ്. അവിടെ ഒരു ഇരയെ വിറ്റ ക്യാഷ് ആണ് ഇവന്മാർ പോക്കറ്റിലാക്കിയത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ജെന്യൂൻ ആയിട്ടുള്ളതാണ്, അങ്ങനെ ഒരു അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്യാഷ് കൈപ്പറ്റിയത് പെൺകുട്ടിയുടെ പേരിലായതുകൊണ്ട് യഥാർത്ഥ കോടതിയിൽ ഇതൊരു ഹണി ട്രാപ്പ് രീതിയിൽ ചിത്രീകരിക്കപ്പെടാനും പെൺകുട്ടിക്കെതിരെ ഈ കേസ് തിരിയാനും സാധ്യതയുണ്ട്. നീതിക്ക് വേണ്ടി ഈ ഹക്കീം എന്റെ കാസറ്റ് കോടതിയെ സമീപിച്ച ടീമൊക്കെ ആവുന്ന സമയത്ത് സഹതാവ് എനിക്ക് ആ പറയുന്ന ആളോടും വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഈ 25 ലക്ഷം രൂപ എന്ന വലിയ എമൗണ്ടിലേക്ക് വരാം. എങ്ങനെയാണ് ഇത്ര വലിയ തുക ട്രാൻസ്ഫർ ചെയ്തത്? ഇവിടെയാണ് ഈ വടക്കൻ സ്പെഷ്യൽ പരിപാടികളൊക്കെ കടന്നു വരുന്നത്. ഉണ്ടി, കുഴൽ. എന്തായാലും പ്രിയമുള്ളവരെ, ഇദ്ദേഹം ഈ ഉന്നയിക്കുന്നത് പോലെ ഒരു സംഭവം ഉണ്ട് എങ്കിൽ, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പലരെയും ട്രാപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ നടപടി വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്നെ പോലെ ചെറുതായതും വളരെ റെസ്പോൺസിബിൾ ആയിട്ട് വീഡിയോ ചെയ്യുന്ന വലിയ വലിയ ക്രിയേറ്റേഴ്സും റിയാക്ഷൻ വീഡിയോ ഉൾപ്പെടെ ചെയ്യുന്നവരും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഏതാനും കുറച്ച് വ്യക്തികൾ സംഘം ചേർന്നുകൊണ്ട് അവരൊരു ഗ്യാങ് ആയിക്കൊണ്ട് ഇത്തരത്തിലൊക്കെ ഉള്ള നിയമങ്ങൾക്ക് അതീതമായുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇദ്ദേഹം അനാൻഷ പറഞ്ഞിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ എനിക്ക് കാശ് തന്നെന്ന് അവർ പറയുന്നു. ഒരു പൈസ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഈ പുള്ളി ഇപ്പോൾ പറയുന്നത് ഈ കാശ് എങ്ങനെയാണ് അവർ മാറിയെടുത്തത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ട് 25 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ 1/4 കോടി രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത്, അതും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് അങ്ങനെ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ കുറ്റമാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. സത്യമാകാൻ വഴിയുണ്ടോ എന്ന് തന്നെയാണ് എനിക്ക് സത്യത്തിൽ ഇപ്പോഴും ചിന്ത കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഈ കാശ് മാറി വരുന്ന ആ ഒരു വഴി നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇതൊക്കെ സത്യമാണെങ്കിൽ നമ്മുടെ നിയമം ഇതൊക്കെ കാര്യമായിട്ട് എടുക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മൾ വിട്ടുകൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമല്ല ഇത്. ഈ പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്ത ഒരു വ്യക്തിയെയും, അത് സെലിബ്രിറ്റി ആയിക്കൊള്ളട്ടെ ആരായിക്കൊള്ളട്ടെ, കാശോ മറ്റു കാര്യങ്ങളോ അപഹരിക്കുന്നത് ശരിയല്ല. ശരിയാണ്, ഇവർക്കൊക്കെ ഫാൻ ബേസ് ഉണ്ട്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ നാടിന് നന്മയല്ല എന്നുള്ളതാണ്. ആ കാശ് മാറിയ ആ വഴി നിങ്ങളൊന്ന് കേൾക്ക്. ഹവാല എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന ജസ്റ്റ് മണി ലോണ്ടറിങ്. ആന്റണി പെപ്പയുടെ പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ നിന്നും റിന്യൂമറേഷൻ എന്ന വ്യാജേന ഈ പണം വൈറ്റ് മണിയായിട്ട് പുറപ്പെടുന്നു. ഹനാൻ ഷായുടെ നിർദ്ദേശപ്രകാരം എടപ്പാളിലുള്ള സവാദ്, സുമേഷ് എന്നീ ജ്വല്ലറി ഉടമകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2 തവണകളായിട്ട് 7.5 ലക്ഷം രൂപ വീതം 15 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ബാക്കി 10 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നു. ഇനിയാണ് സിനിമാ സ്റ്റൈലുള്ള മറ്റൊരു രീതി, ഇൻഫ്ലുവൻസർമാരുടെ ഒരു അധോലോക രീതി. ഈ വിഡ്രോ ചെയ്ത 10 ലക്ഷം രൂപ എടപ്പാളിൽ ഒരു വലിയ പാലത്തിന് മുകളിൽ കൊണ്ടുപോയി വെക്കുന്നു. സിനിമയിൽ അധോലോക സംഘങ്ങൾ പണം കൈമാറുന്നത് പോലെ ഒരു പാലത്തിന്റെ മുകളിൽ വെച്ച പണം മറ്റൊരു വശത്ത് നിന്ന് ഈ എന്റെ കാസറ്റ് ഹക്കീമിന്റെ ആളുകൾ വന്നിട്ട് കൈപ്പറ്റുന്നു. എന്തുകൊണ്ടാണ് ഈ പണം നേരിട്ട് ഹക്കീമിന്റെ അക്കൗണ്ടിലേക്ക് പോകാതിരുന്നത്? കാരണം വളരെ സിമ്പിൾ ആണ്. ഒരു ഇൻഫ്ലുവൻസർ പ്രൊഫൈലിന്റെ മറവിൽ ഇത്രയും വലിയ തുകകൾ കൈപ്പറ്റിയാൽ അത് ഇൻകം ടാക്സിന്റെയും പോലീസിന്റെയും ഒക്കെ കണ്ണിൽപ്പെടും. അതുകൊണ്ട് സമാന്തര അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ട് പണം വെളുപ്പിച്ചു. ഈ പണത്തിന്റെ വലിയൊരു പങ്ക് പിന്നീട് ഹവാല വഴി ദുബായിലേക്ക് കടത്തിയതായിട്ട് ഇൻഫ്ലുവൻസർ അനന്തു സുജിത്ത് പുറത്തുവിട്ടിട്ടുള്ള തെളിവുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ വടക്കൻ ഉടായ്പകളുടെ സ്വിസ് ബാങ്ക് ആണ് ഈ ദുബായ് എന്ന് പറയുന്നത്. വടക്കൻ ഗാങ്ങിന്റെ കൃത്യമായിട്ടുള്ള വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ വൻകിട ഇൻഫ്ലുവൻസർമാരിൽ ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ തങ്ങളുടെ വരുമാനം ദുബായ് വഴി കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് NRI മണിയായിട്ട് നാട്ടിലേക്ക് എത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ വ്യക്തമായിട്ട് ഇതൊക്കെ നടക്കുമോ. ഇത് കേട്ടിട്ട് എനിക്കൊരു സിനിമാ കഥ പോലെ തോന്നുന്നു. ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, കാശ് ആവശ്യപ്പെടുക, അക്കൗണ്ടിൽ നിന്നും വ്യാജപേരിൽ അത് മറ്റുള്ളവരുടെ 2 പേരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കുക, അതിനുശേഷം പാലത്തിൻ്റെ മേളിൽ കാശ് കൊണ്ടുപോയി വെക്കുക, അവിടുന്ന് സിനിമാ സ്റ്റൈലിൽ ദൂരെ നിന്ന് നോക്കുക, പിന്നെ അവർ പോയതിനു ശേഷം വന്ന് കാശ് എടുത്തുകൊണ്ട് പോവുക, അത് കുഴൽപ്പണം വഴി ദുബായിൽ എത്തിക്കുക, ദുബായിൽ അക്കൗണ്ട് വഴി തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുക. എന്താണിത്? സത്യമാണോ ഇത്? ഇത് സത്യമായാലും ഇല്ലാലും ഇപ്പം നമ്മുടെ മലയാളത്തിലുള്ള പോപ്പുലറായിട്ട് ഇരിക്കുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് അവരുടെ ചാനൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത്
ദുബായ് ബേസിസ് ആയിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ദുബൈയിലാണ് അവർക്ക് പിന്നെ നമുക്ക് ഇന്ത്യൻ മണിയായിട്ടാണ് ഇവിടെ ഉള്ളവർക്ക് കിട്ടുന്നതെങ്കിൽ അവർക്ക് ദുബൈയിലാണ് കാശ് ക്രെഡിറ്റ് ആവുന്നത്. അവിടുന്ന് അവർ NRI അക്കൗണ്ട് വഴി നാട്ടിലേക്ക് വരുത്തുകയാണ്. അവരതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അവർക്ക് വലിയ രീതിയിൽ ടാക്സ് കേരളത്തിൽ പിടിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ ഇന്ത്യയെ പിടിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. കുറിച്ച് അവരുടെ എല്ലാവരുടെ അക്കൗണ്ട് ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന പലരിലെങ്കിലും അക്കൗണ്ടുകളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ അത് ഗവൺമെന്റ് ഇടപെട്ട് എന്തായാലും പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. ബാക്കിയുടെ കേട്ടു നോക്കുക നിങ്ങൾ. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ നമ്മുടെ മലയാളത്തിൽ കോണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് വരുന്ന വിദേശ നാണ്യം രാജ്യത്തിന് ഗുണമില്ലാത്ത രീതിയിൽ മറ്റൊരിടത്ത് നിന്ന് കൈപ്പറ്റി ടാക്സ് വെട്ടിക്കുന്ന ഒരു പ്രത്യേക പരിപാടി. ഈ പണമൊക്കെ ഇവിടെ നിന്ന് ദുബായിലേക്ക് എത്തിക്കുകയും അവിടെയുള്ള ബിസിനസ്സുകൾ നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മാഫിയ തന്നെ ഈ വടക്കൻ ഗാങ്ങിന്റെ പിന്നിലുണ്ട്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന ഒരു വലിയ കുറ്റകൃത്യം കൂടിയാണ് കേട്ടോ. അതിലേക്കൊക്കെ നമ്മൾ മുന്നേ പോയിട്ടുണ്ട്. നമ്മൾ പല ആളുകളും ഇവരെ ഡിജിറ്റൽ യുഗത്തിലെ വെറും കോമാളികളായിട്ട് വില കുറഞ്ഞ ആളുകളായിട്ടൊക്കെ നോക്കിക്കാണുന്ന സമയത്ത് ഇവർ സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന മാഫിയ തലവന്മാരാണ് എന്നുള്ളത് പിന്നീട് അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ വടക്കൻ ഇൻഫ്ലുവൻസർമാരുടെ പ്രധാന സാമ്പത്തിക ഇടപാടുകൾ കേവലം ബ്ലാക്ക് മെയിലിംഗിൽ മാത്രം ഒതുങ്ങുന്നില്ല. ദുബായ് കേന്ദ്രീകരിച്ച് ഇവർ നടത്തുന്ന ബിസിനസ്സുകളുടെ മറവിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റ് ആണ് കുറച്ചൊക്കെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ ഹക്കീമിന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഡ്രഗ്സിനെതിരെയൊക്കെ ഇമാതിരി പുറത്ത് വന്ന് കാണിച്ച ഷോ ഒക്കെ കാണിച്ചിട്ട് ആ കിക്കിനകത്ത് ലൈവായിട്ട് ഇരുന്നിട്ട് അത് കണ്ടവരാണ് നമ്മളെല്ലാവരും. അത്തരത്തിലുള്ള കുറച്ച് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല കേട്ടോ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ മീഡിയ ഫെയിമിൽ നിൽക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസർമാർ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദുഃഖകരമായ കാഴ്ചകളാണ്. കാര്യം വെച്ചാൽ എല്ലാവരും ഒരുവിധപ്പെട്ടവരെല്ലാവരും മദ്യപിക്കുകയോ ഇടിക്കുകയൊക്കെ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. പക്ഷെ മദ്യപിച്ചിട്ട് ആ നിയമം ലംഘിക്കുക അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഡ്രഗ്സിലേക്ക് പോകുക, ലഹരി പിന്നെ നിരോധിക്കപ്പെട്ട ഡ്രഗ്സിലേക്ക് പോകുക, സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉൾപ്പെടെയുള്ളത് ഉപയോഗിക്കുക. അപ്പം ഇതൊക്കെ ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാർ നന്മമരങ്ങളായിട്ട് പകൽ എന്തെടുക്കുക, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വിഹരിക്കുക. അത് ഒരു തെറ്റായ കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മനുഷ്യപ്പറ്റും ഇല്ലാത്ത പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി. തങ്ങളുടെ വരുമാനത്തിന് വേണ്ടി ഏത് പരിധിയും ലംഘിക്കാനായിട്ട് ഈ കൂട്ടർ തയ്യാറാണ് എന്നതിന്റെ തെളിവുകളാണ് ഇതൊക്കെ. ഞാൻ ഈ വടക്കൻ ഇൻഫ്ലുവൻസർമാരെന്ന് വിളിക്കുന്നത് ആ പ്രദേശത്തുള്ള എല്ലാ ആളുകളും ഉദ്ദേശിച്ചിട്ടല്ല. ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അതങ്ങനെ കൃത്യമായിട്ട് വിശേഷിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ കഥ അങ്ങോട്ട് പൂർണ്ണമാകത്തില്ല. ഇതൊരു ലളിതമായിട്ടുള്ള കൂട്ടായ്മ ഒന്നുമല്ല എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ വേറെ ചില കാര്യങ്ങൾ പറയാം. ഈ വടക്കൻ ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ വ്യക്തമാക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടാമതൊരു പാർട്ട് കൂടെ ചെയ്യും. ഇതിനകത്ത് കുറച്ച് വ്യക്തികളെ കൂടെ പറയുന്നുണ്ട്. അപ്പം അതുകൂടെ നിങ്ങൾ കാണണം. ഈ വീഡിയോ അവസാനം വരെ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പം നിങ്ങൾ ഇതിനകത്തുള്ള എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. കേരളത്തിൽ അങ്ങനെ ഒരു വടക്കൻ മാഫിയ ഉണ്ടോ? ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും കറക്റ്റാണ് കേട്ടോ. അതായത് ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് പലരും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ തനിക്കുള്ള ഫോളോവേഴ്സിലും തനിക്ക് വരുന്ന വരുമാനവും എടുത്തു കാണിച്ചിട്ട് സ്വയം ചങ്കൂറ്റം കൊള്ളുന്ന, ഞാൻ ഇത്ര ഫോളോവേഴ്സുള്ള എന്നോട് ചോദിക്കാൻ നീ ആരാടാ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും വരുമാനം വരുന്ന എനിക്ക് വിലപേശാൻ നീ ആരാടാ എന്നൊക്കെ മൈൻഡിൽ ഒരുപാട് പേര് സംസാരിക്കുന്ന കേട്ട് ഞാൻ അന്നേരം മൈൻഡിൽ ഇതേ ചിന്തിക്കുകയും ചെയ്ത്. അപ്പം ഇവരെയൊക്കെ വളർത്തിയത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവരാണ്. നമ്മുടെ ഫോണുകളിൽ നമ്മൾ നെറ്റ് ചാർജ് ചെയ്ത് അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ TV-യിലൊക്കെ നമ്മൾ കണ്ടാണ് ഇവർ വളർന്നത്. പക്ഷേ ഇവർ ആ വളർച്ച ഇന്ന് അവർക്ക് നാടിൻ്റെ നന്മയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയല്ല, അവരുടെ സ്വന്തം നിലനിൽപ്പിനും അവർക്ക് കാശുണ്ടാക്കാനും അവരുടെ കുത്തഴിഞ്ഞ ജീവിതത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പം അത് ഖേദകരമായ കാര്യമാണ്. നമുക്കതിനകത്തൊക്കെ വിഷമമുണ്ട് എന്ന് മാത്രം പറയാം. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ കണ്ട വീഡിയോയുടെ പൈസ കൂടിയാണ് അവരിന്ന് എന്തെടുക്കുന്നത്, ജീവിക്കുന്നത്. അപ്പം അത് മാത്രമല്ല, വേറൊരു കേസ് കേട്ടുണ്ട്. ഇതിനകത്ത് ഈ നന്മമരം കളിച്ചിട്ട് പിന്നെ ഇമാതിരിയുള്ള കാര്യങ്ങൾ ബ്ലാക്ക് മെയിലിങ്ങും മണി ലോണ്ടറിങ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. വടക്ക് കേന്ദ്രീകരിച്ച് വടക്കൻ മാഫിയ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു മാഫിയ കേരളത്തിൽ വേണമെന്നുള്ളത് സാധാരണക്കാരായ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. കുറച്ച് വ്യക്തികളെക്കുറിച്ച് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് നീണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഇത് ഒന്ന് അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എല്ലാവരും കമൻറ്റായിട്ട് പറയണം. അതിനോടൊപ്പം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് മാക്സിമം സപ്പോർട്ട് തരണം. വേറൊരു ടോപ്പിക്കുമായി കാണാം. ഇതിൻ്റെ ബാലൻസ് ചെയ്യാം നമുക്ക്. താങ്ക് യു.